ഹായ് ബ്രോ. ഇത് അല്ല, ഇത് ആരാ? അല്ല മറ്റേ പെണ്ണടെ മറ്റേ എന്റെ എന്നെ കൊണ്ടുവന്ന ഇതിൽ കിടത്തിയ അല്ല എന്നെ കൂട്ടിയൊരു പെണ്ണുണ്ടായിരുന്നു. ആ കുട്ടിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടി മാക്കിന്റെ വൈഫാണോ? അല്ല ഗേൾ ഫ്രണ്ട് ആണോ? ആ എത്ര കാലമായി ഇപ്പൊ? ആ ഇത് ഡ്രസ് മാറ്റുന്ന സ്ഥലമാണോ ഇത്? ആണോ? ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഡ്രസ് ചേഞ്ച് ചെയ്യാം. എവിടെയാ? ഇവിടെയാണോ? ആ കിട്ടി. ഓക്കെ. അല്ല ഇതിലിപ്പോ ഏതാ മാറ്റേണ്ടത്? കയ്യൊന്നും ഇല്ലല്ലോ. എന്തിനാ കഴിച്ച് ഡ്രസ്സ് മാറ്റുന്നത്? അത് നല്ല ഡ്രസ്സല്ലേ അത്? പിന്നെന്തിനാ ഇത് മാറ്റുന്നേ? അല്ല ഇത് നല്ല ലുക്കില്ലേ? ഇത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? ആ കുട്ടീന്റെ ബോയ് ഫ്രണ്ട് ആരാ? മാക്ക് മുമ്പ് ഒരു കുട്ടീനെ നോക്കിട്ടുണ്ടായിരുന്നു, സാറാന്ന് പറഞ്ഞിട്ട്. അറിയോ? ആ സാറ തിരിഞ്ഞു പോയതിന്റെ അവരുടെ ബ്രേക്കപ്പിന്റെ റീസൺ അറിയോ കുട്ടിക്ക്? എന്താണ്? അടിച്ചോ? കുഴപ്പമില്ല. ഹലോ അല്ല കുഴപ്പമില്ല, അടിച്ചോട്ടെ, പെണ്ണല്ലേ, അടിച്ചോട്ടെ. എന്താ ഈ കുട്ടീന്റെ പേരെന്താ? ഇത് ഭൂമിയാണോ? ഇതെന്തൊന്നും മിണ്ടാത്തെ? ഇതിപ്പോ മുണ്ടൊന്നുമില്ലടാ, ഇതൊരു ഒരു മിനിറ്റ്. അല്ല താര വിളിക്കുന്ന. ഒരു മിനിറ്റ്. ഹലോ താര. എവിടെ? ഞാൻ 912 എവിടെ? 912 അതെ. ഓക്കെ ഞാൻ വരുന്നു. 912 അല്ലേ? അതെ. ഓക്കെ. അല്ല കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം. അല്ല അങ്ങോട്ട് വരാം. ഓക്കെ. ബിലാലെ എത്ര? ഇത് മറന്നുപോയി. എത്ര? 912 അല്ലേ? ഓക്കെ. എടാ 912 പോവാന്ന്. ഇത് കേറാൻ കഴിയണ്ട ഇതിന്. കീയോ? ഹലോ ഞാൻ വരാൻ മോളെ. വരുന്നു. ഇത് എനിക്ക് കേറാൻ പറ്റുന്നില്ല. ഇത് ഈയോ ആകുന്നില്ല. ഹലോ ചന്ദ്ര പറ. ഇതെന്താ ഈയോ? ഓക്കെ. ആയി. അപ്പാപ്പ ഞാൻ കയറിട്ടില്ല. നീ എന്തോ ഒരുങ്ങാത്ത കല്യാണത്തിന് മുമ്പ് ഒരുങ്ങണ്ടേ? ഇതെന്താ ഇടക്കൊരു കട്ട് തന്ന് അയില്ലാന്ന് കൂറ വന്നു. കാര്യമില്ല, എത്ര കാലായല്ലേ? ലൊക്കേഷൻ 912 912. ഷമീർ നീ ആപ്പ് ആണോടാ? ഹാപ്പിയാണോ? ഞാനിപ്പോ ഹാപ്പിയാണ്. എന്റെ ഏതെല്ലോ സമയം എന്തെല്ലോ ഇതാണ് എന്റെ മൈൻഡ്. എനിക്ക് ഡിപ്രഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മാറുകയും ചെയ്യില്ല. ഇത് ഇങ്ങനെ പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ. നീയാണോ ചന്ദ്രൻ? നമ്മളുണ്ട്. ബിലാലെ ഒന്ന് വണ്ടി അറിയിക്ക ദയവ് ചെയ്ത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് വിഷമിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ വിഷമിക്കുന്ന സമയത്ത് ആണോ നിങ്ങളുടെ കൂടെ കൂടുതൽ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവുമ്പോ കൂടുതൽ ആൾക്കാരുണ്ടാവും? നിങ്ങൾ വിഷമത്തിലുണ്ടാവുമ്പോ
ആൾക്കാര് കുറവായിരിക്കും, മനസ്സിലാവും. നിങ്ങൾ ഹാപ്പി ആകുമ്പോ കുറെ ആള് ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ജി വാഗനൊക്കെ ഡബ്ല്യു വാഗനർ അയക്കണത് ഇപ്പൊ ആകെ ജി വാഗനൊക്കെ മാറിയിട്ട് മനസ്സിലാവും. എന്നാ ബിലാലിന്റെ വണ്ടി ഇങ്ങനെ നമ്മള് വിഷമിക്കുമ്പോ ആൾക്കാര് കുറവായിരിക്കും. ഹലോ മനസ്സിലാവും. വേറെ കാര്യമുണ്ട്. നമ്മളെ പ്രണവ് എന്തോ ഞാൻ ഇപ്പൊ ഹാപ്പിയാന്നല്ല ഞാൻ പറഞ്ഞ. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ചാമ്പാന ഇവര് ബി എമ്മിനെ പറ്റിച്ചെന്തോ എന്താ നമ്മളീ പറഞ്ഞ പോലെ പൈസ ആദ്യം നമ്മളെ ഇത് ഇതാക്കുക, പിന്നെ നമ്മളെ ഫാമിലിനെ നന്നായിട്ട് നോക്കുക, പിന്നെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക, ഇതെല്ലാം തന്നെ. പക്ഷെ എന്നാലും എന്തെല്ലാം വന്നാലും ഈ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ, ഈ സങ്കടം വരുമ്പോ അമ്മ ഇപ്പൊ ഒറ്റക്കായിരിക്കും. അത് അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഭവം. നമുക്ക് എന്തെല്ലാം ആളുണ്ട്, എത്ര ആളുണ്ട്, എന്തെല്ലാം സംഭവം ഉണ്ട്, എന്തെല്ലാം വലിയ ഇതുണ്ട് എന്ന് പറഞ്ഞാലും വിഷമം വരുമ്പോ മനുഷ്യൻ ഒറ്റക്കായിരിക്കും. ഇപ്പൊ 10 ആളെ കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്ക് തന്നെ ആയിരിക്കും. സ്റ്റോപ്പ് കോണേ ഞാൻ ഒരു ഫിലോസഫി പറഞ്ഞ് ഇതാക്കാന്ന് വിചാരിക്കുമ്പോ എന്താടാ എന്തോ ഫീലിങ്സോ എന്തോ പ്രണവ് സ്കാം ചെയ്തെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വന്നിരുന്നു ചന്ദ്രനും കുറെ ആൾക്കാരെല്ലാം കൂടി. അതിന് പകരം എന്തിനാ ഇന്നെങ്ങനെ ജീവിതത്തിൽ ഇടങ്ങാറാക്കണം? കൊണ്ടുപോവാ. എന്താ 912 എന്താ താര വന്നിട്ടുണ്ട്. ഫോക്കസ് ഓൺ ആർപി. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഞാൻ പറഞ്ഞതാ, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ അങ്ങനെയല്ല, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നല്ലേ. ഞാൻ പിന്നെ എന്താ വായു കുട്ടിക്കോ താങ്ക് യു എടാ. എന്റെ ഇതെങ്ങനെയാടാ, ഞാൻ ഇപ്പറാവുന്ന ഇതാവുന്നല്ല, മനസ്സിലായോ? എന്റെ ഇതങ്ങനെ ആയിപ്പോയി. വളരെ നന്നായി. ഇതെന്താ ഈ വണ്ടി എങ്ങനെ ഇങ്ങനെ ഈ പൈസ മേടിച്ച് എന്നെ പറ്റിക്കാൻ എന്നിട്ട് പറയും പ്രണവ് അവരുടെ പിള്ളേരെ പറ്റിച്ചെന്ന്. അല്ലല്ല, ചന്ദ്രൻ കുടുംബ പ്രശ്നത്തിലാണ്. അത് തീർക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ഇത് സാമ്പത്തിക ജീവിതം. ഇത് നമുക്ക് തിരിച്ചു കൊടുത്തോ? എവിടെ മരിച്ചു പോകുമ്പോ ഇത്തിരി മണ്ണ് ഒളിഞ്ഞ് നാലോണം നനച്ച് നിന്ന് എന്നേരം പിന്നുണ്ടാക്കി വെച്ച എന്താ 912 ഇതല്ലേ? ഒരു മിനിറ്റ്, ഇതല്ലേ? ഇതറിയുന്നില്ല, കേറാങ്ങിയുന്നില്ല. പോട്ടെ. ഞാൻ ഇത് എത്താനായി ഓടിക്കാൻ പറ്റാത്ത വണ്ടിയൊക്കെ ഓട്ട വണ്ടിയാണ്. എന്തോ ഒരു മിന്നി കളിക്കല്. അല്ല 912 ടക്കായി ആണോ അതോ താരയാണോ? ടക്കായി ഉണ്ടാടാ. എന്ന് ടക്കായിനോട് വരാൻ പറ. അല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ടക്കായി എടുത്ത് പോവാ. കാര്യമുണ്ട്. സിംഗ് പയമ്പരിയോ? ഇതെന്താണ് പയമ്പരി? അല്ല സെമീറെ, ഞാൻ എന്റെ ഒരു പാട്ട് പാടിയാലോ പയമ്പരി? ഇപ്പൊ കേക്കാം. പയമ്പരി പാടിക്കാം. പയമ്പരി ഞാൻ ലിറിക്സ് എല്ലാം മറന്നുപോയി. അല്ല താര കാണുമ്പോ സർപ്രൈസ് ആയിട്ട് പാടാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ പാട്ട് കേക്കണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല നമ്മള് കേൾക്കുന്നില്ലേ? പയമ്പരിയാണോ? പോണ്ട, പുതിയ പോണ്ട. അല്ല ഞാൻ ലിറിക്സ് മറന്നു. ഞാൻ ലാസ്റ്റ് റിലീസ് ചെയ്തിട്ട് പോയതാണ്. അപ്പുറത്താണ് 912 പടല്ലേ? അതെ, ലെഫ്റ്റ് എത്തിയോ? ഇവിടെ നോക്കാം, നമുക്ക് നോക്കി നോക്കാം.
ഇവിടെ അല്ല എത്തിയില്ലേ? ഇവിടെ 912 എത്തി, പക്ഷെ ഇവിടെ കാണാനല്ലോ കേറ്, നമുക്ക് നോക്കാം. ആ ഓക്കെ ഓക്കെ. അതിന്റെ അപ്പുറത്ത് ആരൊക്കെ നിക്കണ വഴി കൂടെ നോക്കിയാ നേരെ പോയിട്ട് റൈറ്റ് എടുക്ക്, റൈറ്റ് എടുക്ക്, ഇവിടുന്ന് റൈറ്റ് ഇട്, റൈറ്റ് ഇട്, റൈറ്റ് ഇട്, റൈറ്റ് ഇട്, റൈറ്റ് ഇട്, റൈറ്റ് ഇട്. എടാ എനിക്ക് ആരെങ്കിലും ഫുഡും വാട്ടറും തരൂടാ? കുറച്ചുകൂടി വേണ്ട, കുറച്ചുകൂടി വേണ്ട, കുറച്ചുകൂടി വേണ്ട. അതായത് ഇവിടെ ആരൊക്കെ നിക്കണ്ട്? വാട്ടർ ഉണ്ട്. ഇതാ നിക്കണാണോ താര? ഇത് ഇവിടെ 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 പുറത്ത് പുറത്ത്. ഹലോ ഇവിടെ ഹലോ താര എവിടെ? എടാ നിന്റെ ബാക്കിൽ ബാക്കിൽ കിട്ടി, വാ 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 വാ. എവിടെ എവിടെ? അല്ല ഞാനാ. ഇവിടെ ഇവിടെ ഇവിടെ. ഇവിടെ വാ, അപ്പാപ്പന്റെ അടുത്താണ്. അങ്ങനെ പോലെ അങ്ങനെ ആ പിന്നെ 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 ആ റോസ് ഫസ്റ്റ് കൈ പിടിക്കും, ഫസ്റ്റ് റോസ് കൈ പിടിക്കും. അത് എങ്ങനെയാണ് റോസ് എടുക്കല്? F4 റോസ് സെർച്ച് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതല്ലേ? ആ അതന്നെ. ഇനി മെല്ലെ നടന്ന മെല്ലെ നടന്ന ബുള്ളെന്ന് പറയുന്ന. ഹേയ് താര, ഞാനിത് ചൊല്ലിയേ ആവണം. ഞാൻ കൊഞ്ച നാൾ ഉന്നെ മിസ് പണിട്ടേ. ഹലോ, ഞാനും മിസ് ചെയ്തിട്ടുണ്ട്. അല്ല എനിക്ക് മൊത്തം ഇതായി. ഞാൻ എന്താ ചെയ്യണ്ടേ? ഉമ്മല്ല അല്ല, ഇത് എങ്ങനെ അപ്പാപ്പൻക്ക് എക്സ്പീരിയൻസ് കൂടുതലേ. അപ്പാപ്പ അത് നിങ്ങള് അല്ല അല്ല ഉമ്മയായിരിക്കും ആക്കുന്ന. പക്ഷെ എലി പത്തായത്തിൽ കയറിയ പോലെ സൗണ്ട് വരുന്നത് കേട്ടാ. അല്ല ഇനി മേലാൽ ചെയ്തേക്കരുത്. ഇത് പ്രപ്പോസൽ അല്ല, ഇത് മീറ്റപ്പ് ശേഷം. അല്ല എന്താ ഇനി പറയല്? പാച്ചപ്പ് പാച്ചപ്പ്. I missed you. I love you too. I love you too. അല്ല നീ എന്തിനാ ഐ ലവ് യു ടു പറയുന്നേ? ഇംഗ്ലീഷ് ആര് പറഞ്ഞ ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന്? Who said that? Mr. Bilal? No no, I am not. Okay okay. Mr. Appu? മിസ്റ്റർ അപ്പു? Okay okay. താര, നമുക്ക് you want some privacy? എടാ നീ എന്റെ ജീവിതം നശിപ്പിക്കല്ല. ഞാൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. നിന്റെ ഗേൾഫ്രണ്ട് ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അല്ല പറയാൻ പറ്റില്ല. കാണാനേ കിട്ടുന്നില്ല. പോയ സമയത്ത് നിന്നെ നോക്കാ. ഇതെന്താ ഇവിടെ ആരെയും മരിച്ച? ഇതെന്താണ് ബിലാലെ? റീത്തോ? ഇതാണ് അവസ്ഥ, മനസ്സിലായ സമയത്ത് ബിലാല് ഇതേമാതിരി പൊട്ടിത്തെറിക്കോ. ബിലാലെ തൂറാനിരിക്കാന്ന്. ഇതെന്താന്ന് നീ ചെയ്യുന്നത്? അല്ല നമുക്ക് ഇവിടെ നിന്ന് മാറിയാലോ? ഇതെന്തോ മൃഗാന്ന് കേട്ടാ ഈ ബിലാല് വന്നേ. നീ അല്ല എന്താ പറയണ്ടേ? അല്ല ഞാനൊരു റൊമാൻറ്റിക് പ്ലേസ് നോക്കിയിരിക്കായിരുന്നു. അല്ല ഇത് ഡ്രസ് മാറ്റണ്ടേ നമുക്ക്? വേണ്ടല്ലേ? ഞാനിപ്പോ മാറ്റിട്ട് വന്നതാ. എങ്ങനെ? ഞാനിപ്പോ മാറ്റിട്ട് വന്നതാ. നാളെ സെറ്റ് ആക്കാം ഇതൊക്കെ. ഞാനിപ്പൊ കേറിയതേ ഉള്ളു. കുഴപ്പമില്ല. പിന്നെ എന്താണ് ഇത്? ഈ പൂവ് എങ്ങനെയാ ഞാൻ തരുത്ത്? ഈ പൂവ് എങ്ങനെ തരിക? ഫ്രഞ്ചീസോ? കിസ്സോ? കിസ് കിട്ടോ? എങ്ങനെ?
ഇതെന്താ? ഹലോ താര. ആ കിട്ടി കിട്ടി. എടുത്തു. ആ ഇനി ഞാൻ എങ്ങനെ ഇത് കളയല്? എക്സോ? ആ ഓക്കെ ഓക്കെ. വാ വാ വാ. അല്ല നമ്മൾ തന്നെ എടുത്തേക്കാ ശരിക്കാ. വാ 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 വാ. താര നമുക്ക് കാർന്ന് റൊമാൻസ് അന്ന ക്യാരി താര. അത് അല്ല എനിക്കിത് അറിയാത്തോണ്ടാണ് ഇത്. ആ ഓക്കെ ഒരു മിനിറ്റ്. പ്രണവ് അവരെ കയ്യിൽ നിന്ന് എന്തോ സ്കാം ചെയ്തെന്നും അവര് പുറത്തത്തെ ടിവിയിൽ എന്തോ ഫോട്ടോ നമ്പർ കണ്ടിട്ട് കേസ് കൊടുത്തു പറഞ്ഞിട്ട് വന്നായിരുന്നു എല്ലാരും കൂടെ ചോദിക്കാൻ. ക്യാരി 2 ആണോ? അത് ഇവര് പ്രണവ് സ്കാം ചെയ്ത് പോകുന്നത് കണ്ടെന്നും അവരെ കയ്യിൽ നിന്ന് എന്തോ കുറച്ച് പൈസ എന്തോ പറ്റിച്ചെന്നും അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. 50 കോടിയോ അതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് മറ്റേ ഫോട്ടോ ഉണ്ട്, നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് വണ്ടി. പക്ഷെ ഫോട്ടോ പുറത്തുനിന്ന് എടുത്തത്, മോണിറ്ററിൽ നിന്ന് എടുത്തത്. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഇറങ്ങൂല. ഇല്ല ഞാൻ ഇറങ്ങൂല. ഇത്ര ആക്രാന്തം പാടില്ല. നീ വായുട്ടെ. ശരീരത്തിന് തലക്കില്ല. ഇത് എങ്ങനെയാണ് മോളെ? നീ എന്നെ എടുക്ക്. എനിക്ക് എന്നെ എടുക്കാനുള്ള കഴിവില്ല. നാടകം കഴിയോ? എത്ര പറഞ്ഞേ? ടക്കായി എത്ര സ്ഥലം പറഞ്ഞ? ഞാൻ മറന്നിട്ടാ അതൊക്കെ പറഞ്ഞ. ഇപ്പൊ അനങ്ങിയ പെരിയ നമ്പർ മാറ്റിട്ട് 715 പലരും പലതാറുണ്ട്. ഈ ഏരിയയിലെ ഇവിടെ ആണ് ഇവിടെ. താര ഞാൻ ബാലനെ കണ്ടായിരുന്നേട്ടാ. ആ ബാലനെ ഞാന് 2 ദിവസം മുമ്പ് ഞാൻ കണ്ടു. കുറച്ച് പറയാനുണ്ട്. സംസാരിച്ചു. ഒന്നുമില്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. നിങ്ങളൊരു ബസ് ഇറങ്ങണം. വാണോ? എടുക്കാനാണ് പറയുന്നത്. സംഭവം കാർ ഗിഫ്റ്റ് കൊടുക്കാം. കാർ ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ പോകും. അല്ല അത് വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ. എന്നാ ഞാൻ എടുക്കാം. അല്ല ഞാനല്ല ഇത്. കൊണ്ടുപോകണ സംഭവം മാറ്റിയാണ്. പതുക്കെ വിട്. വാഗനറാക്കല്ലേ ജീവിക്കല്ല. മരിച്ചു പോകുമ്പോ ഇത്തിരി മണ്ണ് ഒടിഞ്ഞ് നാലോരം നേരിച്ച് അക്കൊന്ന് മോളിന്ന്. ആ ഓക്കെ ഓക്കെ പറ്റും. അയ്യോ Airflow designed barely needs a windshield. ടക്കായി എന്താണിത്? മുത്തുപ്പാണ്ടി എന്നെ ചാമ്പി, മുത്തുപ്പാണ്ടിയിലേക്ക് ഞാനും ചാമ്പി. ഇതെന്താ വണ്ടിന്ന് പുകയെല്ലാം പോകുന്നതാണെന്ന്? വണ്ടി നമ്മള് മുത്തുപ്പാണ്ടി നൈസായിട്ട് സ്കാൻ മുത്തുപ്പാണ്ടിനൊക്കെ തട്ടി ഷെയ്ക്കിനെ കൊണ്ടുവന്ന ഷെയ്ക്കേ. ഇതേതാ വണ്ടിയാടാ? മെക്ലാറൻ എൽവ 2022 മോഡൽ. ഓടിച്ചിട്ടാ കച്ചി തെറ്റ് പറ്റും. അത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണേ കച്ചിന്റെ എൽ ഡി.
ആണോ ഇതിന്റെ സൗണ്ട് ഒന്ന് പൊട്ടിച്ച റേസ് ട്രാക്ക് ഒന്ന് ഓടിച്ചിട്ടാ കൊള്ളാട്ടോ വണ്ടി. ഷെയ്ക്കിനോട് പറ കാറ് ഗിഫ്റ്റ് കൊടുക്കണം എന്നാ. ഷെയ്ക്കേ, ഓ എനിക്ക് താരക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. താരക്ക് വണ്ടി മേടിച്ചു കൊടുക്കുന്ന? അതെ, ഒരു കാറ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ എങ്ങാനും സെറ്റ് ആക്കാം. ഇന്നിപ്പോ ടൈം ഉണ്ടാവും അറിയില്ല. ഇന്ന് മേടിച്ചു ഇന്ന് ടൈമില്ല, ഇന്ന് ഞാൻ പെട്ടെന്ന് പോകും. ആണോ? എന്നാ നാളെ മേടിച്ചെടുക്കാം. നാളെ പക്ഷേ നാളെ നോക്കണം. നാളെ ഞങ്ങള് എറണാകുളം പോണം. എറണാകുളം എന്താ? എവിടെ ഓട് താര, ഓടിക്കോ. ഓടുത്തു, തീ പിടിച്ചോ? മുത്തുപാണ്ടിനൊക്കെ പ്ലക്കി തെറ്റ് പറ്റി ഷെയ്ക്കാൻ. പക്ഷേ നീ വന്നാ കൈ അന്നെ എടുക്കുവോ? ഓ എടുക്കാലോ. എന്താ കാല് വേദന എടുക്കുന്നോ? അതെ, ഈ അടിക്കേ. ഈ അടിച്ചല്ലോ. അടിച്ചില്ലല്ലോ. അടിച്ചു. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ വാ അങ്ങോട്ട് പോ. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ? നീ മുക്കിയത് അല്ല, അത് ഞാൻ പെട്ടെ അത് അയാൾ ചാമ്പി തന്നെ. നമ്മക്ക് അറിയില്ലായിരുന്നു നമ്മക്ക് അറിയില്ല ഐക്കാച്ചിന്റെ ആണെന്ന്. അന്മക്കുണ്ടാവല്ലേ ഇവന്റെ ബാക്കിൽ നിന്നിട്ട് ശരിക്ക് നമ്മള് ഇത് കഷ്ടപ്പെട്ട് ഒപ്പിച്ച് കേൾക്കുന്നേ. കൊള്ളാം, വണ്ടി കൊള്ളാം. പാട്ട് കേൾക്കുന്നുണ്ടോ? താര, ഓ ഏതൊക്കെ മലന്റെ മുകളിലേക്ക് എടുക്കും? MRP ലാസ്റ്റ് ചാരിറ്റി ഉണ്ടോ? ഇപ്പൊ നാളെയോ? അതെപ്പോ? എനിക്കറിയില്ലല്ലോ. അയ്യോ, ഇവിടെ മലയൊന്നില്ലേ? മലയൊന്നുമില്ല. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഏതെങ്കിലും മല കയറിയാ മതി. അപ്പൊ അവരെ വിട്ടിട്ട് പോണോ? അവര് വിളിക്കട്ടെ, വിളിക്കുമ്പോ പോവാം. ഓക്കെ. സോങ് സൗണ്ട് കുറയ്ക്കുന്നു. ഓക്കെ അമ്മ. ഇതിന്റെ എക്സിറ്റ് എവിടാ? എങ്ങനെ? ഇതിന്റെ എക്സിറ്റ് മതി ഇടാ മതി. ഇവിടെ മതിയാ? അല്ലെങ്കിൽ ഉറപ്പാണോ? എവിടെ പോവാ? കേറാൻ പറ്റുമോ? പറ്റില്ലെന്ന് തോന്നിട്ടോ. ഇത് കേറൂല. പാട്ട് പാട്ടെ. അത് അതിന്റെ മുകളിൽ പോട്ടെ.
താര ഇറങ്ങും. അയ്യോ ഇരിക്ക്. പാട്ട് വെക്കുന്നോ? ഓക്കെ, പാട്ട് ഇത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ പാട്ട് വേണ്ടോന്ന്? ഇല്ല 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 ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ കൊറേ ആയല്ലോ നമ്മള് കണ്ടിട്ട്. അതെ, കൊറേ ആയല്ലോ കണ്ടിട്ട്. എത്രയായി? മിസ് ചെയ്തായിരുന്നോ? മിസ് ചെയ്തോന്ന് ചോദിച്ചാ മിസ് ചെയ്തു. പക്ഷേ ചെയ്തു. സത്യം പറടാ. മിസ് ചെയ്തു. ഞാൻ എന്താ പിന്നെ മിസ് ചെയ്യാണ്ട് ഞാൻ എന്താക്കണ്ടേ? പിന്നെ അത്ര സമയം എടുത്ത് പറയാൻ? അല്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചാ ഞാൻ എന്തെല്ലാം മിസ് ചെയ്തെന്ന്. ഒരു മിനിറ്റ്, ഇതെന്താന്ന് ഗെയിം ഫോണിൽ വെക്കുന്നോ? ഇങ്ങ പോയാട്ടെ, ഞാൻ പാട്ട് വെക്കുന്നില്ല, പോരെ? ഒരു മിനിറ്റ് താര, ഞാനൊരു പാട്ട് വെക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ താര, ഹലോ. ഞാന് മിസ് ചെയ്തോ ചോദിച്ചാ ഇതെന്താ? ഞാൻ ഇല്ലേ, നിങ്ങളെ പോയിട്ട് എന്നെ ഇടങ്ങാറാക്കാൻ പറ്റില്ല നായ്ക്കളെ. ഓക്കെ താര, എന്തോ നീ ഇനി ഡെയിലി വരുവോ? ഞാൻ ഇനി ഡെയിലി വരുമോന്ന് ചോദിച്ചാൽ ഞാന് ഒന്ന് ഇടാ വെള്ളത്തിൽ പോയതാ ഒന്ന്. വാ ഇരിക്കാം. അപ്പൊ താര, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ എത്ര കാലമായി? ഞാൻ ഇന്നലെ ബാലനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. പറഞ്ഞിരുന്നു, സംസാരിച്ചായിരുന്നു നീ? ഞാൻ സംസാരിച്ച്. ഓൻ പറഞ്ഞതെന്ന് വെച്ചാല് നിങ്ങൾ ഒരാഴ്ച എന്തോ പ്രണയിച്ചിട്ടുള്ളൂ. ഒരാഴ്ച എന്തോ നിങ്ങൾ പ്രണയിച്ചിട്ടുള്ളൂ. അപ്പൊ മേ ബി അവൻ ഒരാഴ്ച സ്നേഹിച്ചിട്ടുണ്ടാവും, ബാക്കി അഭിനയിച്ചിട്ടുണ്ടാവും. ഒരാഴ്ചയാണോ പറഞ്ഞത്? ഒരു മിനിറ്റ് മോളെ. ഇല്ല മോനെ, ഇല്ല. മര്യാദക്ക് മനസ്സിലായോ? മര്യാദക്ക് അല്ല, പിന്നെ കൊറേ സമയമായി മയില്. ഹലോ, ഈ നായിന്റെ മുഖം കാരണം എന്റെ മൂട് പോന്ന്. ഊറി. കേക്കുന്നില്ലേ? കേക്കാം. ബാ. ഒന്നുമില്ല, അതൊരു ഒന്നുമില്ല. അപ്പോ താര, അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, നമ്മള് ഇത്ര കാലം ആയില്ലേ ഇവിടെ? അല്ല നമ്മള് അല്ല, ഞാൻ ബാലനുമായി സംസാരിച്ചു. ബാലനായിട്ട് സംസാരിച്ചപ്പോ ഓൻ പറഞ്ഞ നിങ്ങൾ ഒരാഴ്ച എന്തോ പ്രണയിച്ചിട്ടുള്ളൂ. അവൻ കല്ലണം, അവനങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ ഒരാഴ്ച അല്ലേ? ഒരാഴ്ച അല്ല, പിന്നെ മന്ത്സ് ആയിരുന്നു. വീക്സ് അല്ല. ഓൻ പറഞ്ഞ 1 വീക്ക്. അതാ പറഞ്ഞേ. മേ ബി അവൻ ഒരാഴ്ച മാത്രം ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവും, ബാക്കി അഭിനയിച്ചതായിരിക്കും. പറയാൻ പറ്റത്തില്ല. ശരിയാ. അല്ല, ഈ രായനറിയോ? എനിക്ക് എന്നറിയോ?
എങ്ങനെ പരിചയം എന്താന്ന്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാ, മറ്റേ ബെസ്റ്റി അല്ല, ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ബെസ്റ്റീന്നെന്താ എന്നോട് പറഞ്ഞു. അല്ല, ആ സമയത്തിന് ബെസ്റ്റി എന്ന് പറയുന്നത് നല്ല ബെസ്റ്റിയാ. ഐ മീൻ നോർമൽ ബെസ്റ്റ് ഫ്രണ്ടിന് ബെസ്റ്റി എന്ന് പറയുമായിരുന്നു. പക്ഷെ അല്ല ഞാൻ ചോദിക്കുന്നത് ഓൻ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാ, ഞാൻ അവനോട് ചോദിച്ചു ഈ ബെസ്റ്റീന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു രായനോട്. അപ്പോ എന്നോട് പറയുന്നത് ബെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവർക്ക് മോളെ അല്ല ലവർക്ക് മുകളിൽ പിന്നെന്താ ഫ്രണ്ടിന്റെ താഴലോ അങ്ങനെ എന്തോ ആണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ആ സമയത്തിന് അവൻക്ക് ലവർക്ക് മേലെ ലൈക്ക് ഇഷ്ടം എന്നെയായിരുന്നു. അങ്ങനെയായിരിക്കും അവൻ പറഞ്ഞത്. ഐ മീൻ ഞാൻ കഴിഞ്ഞിട്ട് അവന്റെ ലവറായിരുന്നു. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? എനിക്ക് ഇഷ്യൂസ് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോയതാ. എങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അല്ല കേട്ട്, പക്ഷെ ഇടക്കൊന്ന് ഇതായി പോയി. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. അവൻക്ക് ലവർ സെറ്റ് ആയതാ. ഓക്കെ. അപ്പൊ ആ പെണ്ണക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പെണ്ണും നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായോ? അതെ. എന്ത് പ്രശ്നം? ഇവന്റെ ബെസ്റ്റി ആയിക്കൊണ്ടുള്ള പ്രശ്നമാണോ? എനിക്ക് അറിഞ്ഞൂടാ ആ പെണ്ണിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനും ആ പെണ്ണ് നൈസായിട്ട് സംസാരിച്ചതാ, പോയതാ സിറ്റിന്ന്. ഇവനെ എടാ തവളെ സോപ്പ് പോലെ കാണാനുള്ള മയില് നിന്നെ കിട്ടിയോണ്ട ഇതെല്ലാം ഏടുന്നാ നീ തവളനെ കൊല്ലാനുള്ളത് മരുന്നിട്ടൊക്കെ പറഞ്ഞ കാര്യം. ഇതെന്തെല്ലാം പറയാന്ന് ഇവിടെ നടക്കുന്നത് നമുക്ക് തിരിയുന്നില്ല. ഇതെന്തെല്ലാം പറയാ ഇവിടെ നടക്കുന്നത് നമുക്ക് തിരിയുന്നില്ല. തവള, പാമ്പ്, കീരാങ്കീരി, മറ്റേ ഒച്ച്, എല്ലാ മയിലും ഉണ്ട് ഇടാ, എല്ലാ മയിലും ഉണ്ട്. ഈ കായലിന്റെ തീരത്ത് ഒടുക്കത്തെ വൈബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. നോക്കുമ്പോ കീഴത്തെ വൈബ് എന്താ അറിയോ? രാത്രി ആകുമ്പോ ഇത്, പിന്നെ ചീവീട്, മറ്റേ പ്രാണി കയറല്, മറ്റേ പാമ്പ്, ഇതെല്ലാണോ വൈബ്? കായലിന്റെ തീരത്തുള്ള കൂറ്റിലെ വൈബ്. താരം എന്താ പറഞ്ഞ നമ്മള്? ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ല ഒരു തവള സാറുണ്ട്. അതൊരു എടാ മഴ പെയ്യുന്നാടാ നായിന്റെ മോൻ തവളെ ഏടെങ്ക പോയി നിക്കടാ. ഈ വീട്ടിൽ എന്തിനാടാ കേറി വരുന്നത്? ഈ മയിരെ ഇവിടെ കായലുള്ളോണ്ടാന്നോ ഈ അറ്റത്ത് വന്ന് നിക്കുന്നത്? നീ പൂണ്ടച്ചി മോനെ, നിന്നെ കൈമ കിട്ടടാ പൂറി മോനെ. മോന്റെ പച്ച കളറും ഒരു തൊണ്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു 5 കിലോന്റെ ഒരു കെട്ടും ഉണ്ടാവും. കൊലയാടി മോനെ, അവന്റെ സൗണ്ടും നോക്കൂ. ഷമീറ, ഇതാവുമ്പോ വീടാവുമ്പോ തവള ഉണ്ടാവും, പ്രാണികൾ ഉണ്ടാവും, അതുണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട, മനസ്സിലായോ? ഇതൊന്നും നീ കേക്കണ്ട. ഓക്കെ താരാ, ഒന്നുമില്ല. അപ്പോ തവള എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, ഒരു ഫ്രോഗ്, അത് വിട്. അതിന്റെ വീട് തവള കേസ് വിട്. നമ്മൾ എന്താ ഇത് തവളനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നത്. നീയല്ലേ പറഞ്ഞത് ഒരു തവള സ്റ്റാർ ഉണ്ടെന്ന്? അത് നായി, അത് വിട്. അപ്പൊ രായനും നീയും തമ്മിൽ അപ്പം വേറെ ബന്ധമൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്നോട് എന്തോ അല്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത്. എന്താ നീ ദേഷ്യം പിടിക്കാനോ അടിയാക്കാനോ ഒന്നും നിൽക്കണ്ട. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിനക്കിപ്പോ അവനുമായിട്ട് ബന്ധമുണ്ടാ? അവനുമായിട്ട് ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ അവൻ ഇപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പക്ഷെ ഞാൻ അവനോട് സംസാരിച്ച രീതിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഓനാളത്ര വെടിപ്പല്ല. ആളത്ര വെടിപ്പല്ല മീൻസ് ഓൻ എന്നോട് സംസാരിച്ച കാര്യം ഞാൻ പറയാം. ഇതെന്താന്ന് ചാറ്റ് മൊത്തം തവള, ഇതെന്താന്ന്
ഇതെന്താ തവള ഇതാക്കിയോ? ചാറ്റ് തവള നോക്കിയോ? ഇതെന്താ ഇത്? ഞാൻ നോക്കുന്നില്ല നിങ്ങളാ. അല്ല എനിക്കിപ്പോൾ ഓനോട് സംസാരിച്ചില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ സംസാരിച്ചില്ല എനിക്ക് മനസ്സിലായത് രായന് ആള് പോരാന്നല്ല, ഓൻ്റെ മനസ്സിൽ വേറെ കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. മനസ്സിലായ? ഉദ്ദേശങ്ങൾ മീൻസ് എടാ നായിന്റെ മോനെ വായൂട്ടിക്കടാ കുണ്ണേ. ഉദ്ദേശങ്ങൾ മീൻസ് ഓന് എന്നോട് സംസാരിച്ച രീതിയിൽ ഞാൻ പറയാം. ഓനോട് സംസാരിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരനെ ഞാൻ കാണുന്നത് ലവർക്ക് മുകളിലും ഫ്രണ്ടിൻ്റെ താഴിലും തന്നത് ഒരു മറ്റേ ഒരു അർത്ഥം. അങ്ങനെ ഞാൻ ഇതാക്കി പറയുന്നല്ല, ഒരു അർത്ഥം എനിക്ക് എന്തോ അങ്ങനെ ഒരു അർത്ഥമായിട്ട് എനിക്ക് തോന്നി. ഇല്ല അവർക്ക് ആ സമയത്തിന് ഞാനായിരുന്നു ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായ? ലവറിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഞാനായിരുന്നു. അങ്ങനെ പറഞ്ഞതായിരിക്കും. അങ്ങനെ ആയിരിക്കാം, പക്ഷേ എന്നാലും ആളങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇനിയിപ്പോ എന്നോട് അങ്ങനെ പറഞ്ഞതാണോ എനിക്ക് ഡൗട്ട് ഉണ്ടാക്കി തരാന്? ചുമ്മാ കളിയാക്കിയതായിരിക്കും. കളിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഓനുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ വിടണം. അല്ല മീൻസ് ഫ്രണ്ട്ഷിപ്പ് കുറക്കണം. താരം ഞാൻ ഒരു കാര്യം പറ്റും, ഞാനൊരാണാണ്. എനിക്ക് മറ്റുള്ള ആമ്പിള്ളേരുടെ ഒരു ഏകദേശം ഇതെല്ലാം എനിക്ക് അറിയാം. മനസ്സിലായി? അവർ സംസാരിക്കുന്ന ഇതും കണ്ടാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുക. അപ്പം എൻ്റെ ഒരു ഇതിലാന്ന് ഞാൻ പറയുന്നത്. ഞാൻ ടോക്സിക് ആകുന്നയോ ഇതാകുന്നതെന്നൊന്നും നീ ഇതാക്കിയിട്ട് അടിയാക്കാനോ പരിപാടിക്കോ നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഓനാളത്ര വെടിപ്പല്ല, ഓനുമായിട്ടൊരു ഡിസ്റ്റൻസ് നീ കിട്ടും. പിന്നെ ബാലൻ്റെ കേസ്, ബാലനെ ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ച് മാന്യമായിട്ട് തന്നെയെന്ന് ബാലൻ എന്നോട് പറഞ്ഞത്. ഒരാഴ്ച എന്തോ നിങ്ങൾ പ്രണയിച്ചു. പിന്നെ നിങ്ങളെ കുട്ടീൻ്റെ കാര്യം എന്നോട് പറഞ്ഞു, ഓൻ ദത്തെടുത്ത കുട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വല്ല അല്ല, നിങ്ങൾക്ക് അതിൽ പങ്കില്ലേ? പങ്ക് മീൻസ് ഇതേ അല്ല, ആ പങ്ക് അതല്ല. നീ അല്ല, ആ കുട്ടി ഞങ്ങളുടെ കുട്ടിയല്ല, അവൻ ദത്തെടുത്ത കുട്ടിയാ. ആര്? ബാലനോ? മീനുട്ടി, ബാലന്റെ മോളില്ലേ? അപ്പൊ നിങ്ങക്കൊരു മോളില്ലേ ചിന്നൂട്ടി നാറ്റം പറഞ്ഞിട്ട്? അത് ചിന്നൂട്ടി എന്റെ മോളല്ല, പ്രിൻസസിന്റെ മോളായിരുന്നു. പ്രിൻസസ് ദത്തെടുത്തതാ. പക്ഷെ പ്രിൻസസ് ഇപ്പൊ ഒഴിവാക്കി തോന്നുന്നു. അല്ല അപ്പൊ നിങ്ങക്ക് എത്ര മക്കളാ? അല്ല അല്ല അങ്ങനല്ല, നിന്റെ ദത്ത് ഇതായിട്ടുള്ള. ഞാൻ ആരെയും ദത്തെടുത്തില്ല. പണ്ട് ദത്തെടുക്കാൻ നോക്കിയതാ ഒരാള്, പക്ഷെ ആളത്ര ശരിയായിട്ട് തോന്നിയില്ല. ആരാത്? ഏതോ ഒരാള്, പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ അതെല്ലാം വിട്. ഞാൻ ഇങ്ങനെ വെറുതെ കാർഡ്. അല്ല, ചിന്നൂടെ നമ്പർ ഉണ്ടോ? ചിന്നൂന്റെ നമ്പർ ഉണ്ടാവും, നോക്കട്ടെ. നോക്ക്. സൂര്യ പുതിയ കാറിൽ എടുത്തിട്ടുണ്ട് കേട്ടാ. പുതിയ കാറാ? ചിന്നൂന്റെ നമ്പർ ഇല്ല കേട്ടാ, ചിന്നൂന്റെ നമ്പർ ഇല്ല. കുഴപ്പമില്ല. അവന്റെ ഗാരേജില് കൊറേ കാറുണ്ട്. ആരാ? ചിന്നൂന്റെ? അല്ലല്ല, സൂര്യ. അതെന്തോ ഒരു ടെസ്ല പോലത്തെ എന്തോ ഇവന്റേതായ എന്തോ ഒരു ടെസ്ലയും സെർല എന്ന് മാറ്റാന്ന് പേര്. ഇവൻ ടെസ്ലയാക്കാൻ നോക്കിയതാണ്, ആയത് സെർല അല്ല. അപ്പോ നമുക്ക് ഒന്ന് പ്രേമിക്കണ്ടേ? ഇപ്പൊ ചെയ്യുന്നത് എന്താ? പ്രേമിക്കേണ്ട മീൻസ് എങ്ങനെ പ്രേമിക്കും ആൾക്കാര്? അല്ല അങ്ങനല്ല, പ്രേമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പ്രേമിക്കുന്നത് അത് പ്രേമമല്ല. ആരാ വിളിക്കുന്നേ? എടാ തവളെ വിളിക്കുന്നതല്ല. നാളത്തെ ലൈവില് തവള ഫ്രൈ. നാളത്തെ ലൈവില് തവള ഫ്രൈ കണ്ടോ മോനെ? തവള ഫ്രൈ നാളെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നു. മനസ്സിലായ? അതിൻ്റെ പ്രതികാരം ഞാൻ വിട്ടും. തവള ഫ്രൈ ഞാൻ തിന്നും നാളെ. അല്ലെങ്കിൽ മമ്മൂനാറ്റം കൊടുക്കാം, ഞാൻ തിന്നണ്ട. നാളെ മമ്മൂന് തവള ഫ്രൈ കൊടുക്കാം. മനസ്സിലായ? ഇതെന്താ ഇത് എവിടെ ഞാൻ ഉള്ളത്? ഇത് കുറേ തവള, കുറേ അല്ല വിളിച്ചോ താര? ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ
ഞാനൊരു കാര്യം പറ്റേ, ഞാൻ വല്ലാണ്ട് എന്നെ മിസ് ചെയ്തേട്ടാ. ഓ തമാശ അല്ല, വിശ്വസിച്ചു. എല്ലാ കാര്യമായിട്ട് മിസ് ചെയ്തു. അതായത് ഞാനും നീ ഇല്ല അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെ എനിക്ക് മിസ്സിങ്ങിന്റെ ഇതിന്റെ ഒന്നല്ല ഞാൻ പറയുന്നേ, മിസ്സിങ്ങിന്റെ ഇതിന്റെ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് നീ ഇല്ലെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയോ? ലൈക്ക് ആരോ ഇല്ലാത്ത പോലെ, അതായത് എനിക്ക് ആരും ഇല്ലാത്ത പോലെ, എനിക്ക് എന്തോ ഞാൻ ഒറ്റക്കായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ആൾക്കാരൊക്കെ ഉണ്ടാവും, എല്ലാവരും എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, ഞാൻ ചിരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, ഒരെന്തോ ഞാൻ ഒരു ഒറ്റപ്പെട്ട പോലെ, അല്ലെങ്കിൽ എനിക്ക് കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ വന്ന് പറയാൻ വേണ്ടി ഒരാൾ ഇല്ലാതെ, അങ്ങനെ അതാണോ മിസ്സിങ് എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അടിക്കുന്നത് അങ്ങനെയാണ്. ഒരു മിനിറ്റ്, ഈ കോൾ എടുക്കട്ടെ. കാഫി വിളിക്കുന്നുണ്ട്. കാഫിനോട് വരാൻ പറ, അവനെ കൊണ്ടിട്ട് ഉറങ്ങിയായി വരാൻ പറ. ഹലോ, ഞാൻ ലോഡിടോ? ചിന്നക്കുട്ടി എവിടെയുണ്ട്? ക്രിഞ്ചാണെന്നടാ നായി. ലവ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച് തന്നെയാണ്. ക്രിഞ്ച് അല്ലാത്തൊരു ലവ് ഈ ലോകത്ത് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല, മനസ്സിലായോ? ആരെങ്കിലും ഇങ്ങനെ വല്ല എന്താ പറയാ ഇതായിട്ട് മാസമായിട്ട് സിഗരറ്റും വലിച്ചോണ്ട് നീ എന്നെ പ്രേമിക്കണോ ഇങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല, അങ്ങനെ ഇല്ല, മനസ്സിലായോ? അത് മനസ്സിലാക്ക്. ലവ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ചാണ്, മൊണ്ണകളെ. അത് മനസ്സിലാക്ക്. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു പൂവ് പോലെ. അത് മനസ്സിലാക്ക്. ഇങ്ങോട്ട് വരാൻ പറ. നമ്പർ ഇല്ലെന്നോ? ഞാൻ ചിന്നനോടല്ലേ ചോദിച്ചത് നമ്പർ വിളിക്കാൻ. കേടുന്ന ഈ നായിന്റെ മോന് ഇവിടെ കടന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഞാൻ പറ്റാവുന്ന എല്ലാം അടച്ചു പൂട്ടിയതാണല്ലോ. തുണിയും പറയെല്ലാം കയറ്റി ഞാൻ എല്ലാ സ്ഥലത്തും അടിച്ചു കയറ്റിയതാണ്. കാരണം ഈ നായിന്റെ മക്കള് ഇവരൊരു ടീമുണ്ട്. ഐര കണ്ടിട്ട് ഐര താരേന്ന് വിളിച്ചതാ. ഞാൻ പറഞ്ഞ ഗൈസ്, ഇവരെ ഒരു ടീമുണ്ട്. ഈ തവളക്കുട്ടൻ ഇവന്, പിന്നെ പ്രാണി, ഇവരെ ഒരു ടീമുണ്ട്. പ്രാണികളെ ഒരു ടീമുണ്ട്. അവരൊരു 10-300 ആൾക്കാരാട്ടോ. അവർ ചില്ലറ ടീമൊന്നല്ല, ഒരു 10-300 ആൾക്കാരുണ്ട് ഈ തവള ടീം. ഈ തവള അല്ലാണ്ട് ഇവരെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ആര്? ഈ പ്രാണികളുടെ വിഭാഗത്തിൽ ഒരു 10-200 ആൾക്കാർ ഡെയിലി ഇവിടെ വന്ന് പോകും. അതിലൊരു 10-60 എണ്ണം ഇവിടെ കടന്ന് മരിക്കും. എൻ്റെ ഒരു താഴെ അടിച്ചു വരലാന്ന് പണി. പിന്നെ ബാക്കി കുറേ എണ്ണം വരും, പോവും. ഇവിടെ എന്തോ വിസിറ്റിങ്ങിന് വന്ന പോലെ, ദുബൈയിലെല്ലാം വിസിറ്റിങ്ങിന് മറ്റേ ഫെയർ നടക്കുന്നതായിട്ട് വരുന്ന പോലെ കുറേ എണ്ണം വന്നിട്ട് പോകും. പിന്നെ ഈ തവള മൈരൻ, ഈ നായിൻ്റെ മോന് എന്ന് പറഞ്ഞാൽ ചെറിയ ഇതല്ല, ഇവന് വൻ കടിയാണ്. ഇവൻ്റെ കടി എന്ന് പറഞ്ഞാൽ ഇവൻ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് വരുന്ന, അതായത് ഇവൻ ഞാൻ ലൈവ് തുടങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് ഇവനും ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂട്ടി, ഇത് ഏടുന്നായിരുന്നു ഇവൻ വരുന്നതെന്നോ ഇവൻ്റെ ഏടെ താമസമെന്നോ ഇവൻ്റെ ഒരു പരിപാടി ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇവൻ ഈ പറഞ്ഞ പോലെ ഡെയിലി വന്ന് ആടി ഇടി ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതാ നായിൻ്റെ മോനെ, ഇതാണ് ഇവൻ്റെ പരിപാടി. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര അടക്കാൻ ഞാൻ നോക്കി. എനിക്ക് പറ്റുമോ എന്നൊക്കെ അറിയില്ല, മനസ്സിലായോ? അല്ല, ഇങ്ങോട്ട് വരാൻ പറ. എന്താ ഷമ്മി കേട്ടില്ല? ഒന്ന് ലൗഡ് സ്പീക്കർ ഇടുവാ. വാ കാഫി, ഇങ്ങോട്ട് വാ. 726 പെട്ടെന്ന് വാ. എത്ര ആയി കണ്ടിട്ട്? വാ 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 വാ. ഞാൻ കുറച്ച് കണ്ടത്, പക്ഷെ ഞാൻ ടിവിയിൽ പോകണ്ടേ, നിങ്ങൾ സംസാരിച്ചോണ്ട്. വാ 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 വാ. ശരിടാ. അയ്യോ കട്ട്. എന്നെ പിഗ്ഗി ബാഗ് അടിക്കോ? എടുക്കാം. ഇതെങ്ങനെയാന്നോളി? വാ വാ. ഇതെന്താവാത്ത? ഇതെന്താ അറിയില്ല, ആകുന്നില്ലല്ലോ ഇപ്പൊ. ആയി തോന്നേ. എന്നോട് വയ്യ എന്തോ അടിക്കാൻ പറയുന്നേ. ഒന്നുകൂടി ഇടൂ. ഓക്കേ, അത് വയ്യ അടിച്ചപ്പോ വരുന്നില്ലടാ. വയ്യാന്നോ അടിക്കണ്ടത്, ഈ ആണോ അടിക്കേണ്ടത്? അല്ല, വെയിറ്റ്.
ആവുന്നില്ല. ഞാനടിക്കണോ? ഇതെന്താ വരാത്തെ? അതാ ഞാൻ നോക്കട്ടെ. ആയോ? ഇല്ലടാ, ആവുന്നില്ല. എന്താ? അല്ല സോറി. അയ്യോ. അയ്യോ അല്ല ഞാൻ അല്ല. ബാ ഇടിയിരിക്കും. ഇവിടെ നല്ല വ്യൂ ആണ്. ഇടിയിരുന്നാ മതി. വേണ്ട എണീക്കണ്ട. ബാ ഇടിയിരുന്നാ മതി. ബാ ഇടിയിരി. താരാ ഒരു മിനിറ്റ്. ഓക്കേ. ഹലോ, ഹായ് ഐര. ഹലോ, കേക്കോ? കേക്കാം. ഞാൻ പറഞ്ഞ റായന്റെ എക്സ് ഗേൾഫ്രണ്ട്. എങ്ങനെ? റായന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞതല്ലേ നേരത്തെ? ആ ഇപ്പൊ വിളിച്ചത് അവളാണ്. അവള് അല്ല ഒരു മിനിറ്റ്. അയ്യേ, നിനക്കറിയാം അവളെ? ആരാ? എന്താ പേരെന്താ? ഐര. ഐറ എനിക്കറിയാം. റായന്റെ എക്സ് അവള്. ഓ ഓളിപ്പം ഇതാണോ, പ്രണയത്തിലാണോ? ഇല്ലെന്ന് തോന്നുന്നു. ബ്രേക്കപ്പ് ആയിന്ന് പറഞ്ഞതാ. ഓക്കെ. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ കൊറേ നാളായി നിന്നെ മിസ് ചെയ്യുന്നു. ആണോ? അപ്പൊ എനിക്ക് മിസ്സല്ല, എനിക്ക് ഈ പറഞ്ഞ അതാണ് എനിക്ക് വരുന്നത്. ഏത്? ഈ പറഞ്ഞ സംഭവം കിസ് ചോദിക്കാം. നമ്മള് കൊറേ ആയല്ലേ ഒരു കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അല്ല എന്താ അങ്ങനല്ല ഇത്. മനസ്സിലായി. കോൾ എടുക്കട്ടെ. ആരെയും വിളിച്ചോണ്ടിരിക്കുന്നിങ്ങനെ. ഹലോ, ഐര. എനിക്കിടെ 726 లో ఉన్నా. సమీర్తో ఉన్నా. నేను అక్కడ అడగనా? నువ్వు వాడితో మాట్లాడట్లే. పేరు చెప్పలేనులే. అవునా? ఓకే. താരാ? అవునా? ఓకే. నువ్వు హలో, నువ్వు తలసమేమో. నేను కూడా లేదు అందుకే. ఓకే. సరే. ఎవరున్నారు నీతో? ജോണി മാമനുണ്ടോ അവിടെ? ആള് ജീവനോടുണ്ടോ? ఓకే. పాట అయ్యే. నేను 726 లో ఉన్నారా? వస్తా కొంచెం సేపు అయ్యాక. నువ్వు అడుగురా. ഇതെന്താ DJ പാർട്ടിയോ? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ఇదంతా ఇదెంగనే మాట్లాడి. ఓహో, తమరి స్టోరీ అదనమాట. నేను చూసా ఈరోజు మార్నింగ్. ఓకే. നല്ല പാട്ടൊന്നും ഇല്ലാടെ മണ്ടന്മാരെ ഇല്ലേ, മനസ്സിലായോ? ഇതാണ് ഇല്ലുള്ള പാട്ട്. ആകെ 10 പാട്ടെന്തോ, മനസ്സിലായോ? അല്ല കാര്യം വന്ന് കാഫി ഇങ്ങ അവള് കോള ഇങ്ങ. എന്താ പരിപാടി? ആഫ്റ്റർ എ ലോങ് ടൈം ബ്രദർ, ആഫ്റ്റർ എ ലോങ് ടൈം. സത്യം കാര്യം ഇത്രയും നാളൊക്കെ ബ്രേക്ക് എടുത്തത് കുറച്ച് എന്തെല്ലാം ഇതിലായിപ്പോയി. അത് വിട്, നമുക്ക് പുറത്ത് സംസാരിക്കാം. പിന്നെ എന്താ പരിപാടി? ഞാൻ ചുമ്മാ ജയറോട് TDM ചുമ്മാ വിളിച്ചു നോക്കിയാണ്. നിങ്ങൾ എന്താ? ഞാനിങ്ങനെ ചുമ്മാ നടക്കുന്നേ.
ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ അവളായിട്ട് കാര്യങ്ങള് അവളിപ്പം വന്നിട്ടേ ഉള്ളൂ, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇവള് വന്നിട്ട് കൊറേ നാളായിട്ട് നമുക്ക് മറ്റേ കാറ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അയ്യോ അത് ഇപ്പോഴും പെൻഡിങ് ആ ആണല്ലേ? ഇപ്പൊ പെൻഡിങ് ആണ്, നമുക്ക് നാളെ സെറ്റ് ചെയ്യാത്. അവരുണ്ടായിരുന്നു, ഇപ്പൊ പോയതാ ഒരു 10 മിനിറ്റ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് വന്നതാ. ഇത് മറ്റേ സേമിന്റെ കസ്റ്റം വണ്ടിയാണോ? അല്ലല്ലോ, ഇത് വണ്ടിയാ. ഇത് മറ്റേ ടക്കായി കൊണ്ടുവന്ന വണ്ടിയാ. ഹലോ, ആ പറ സൈഫറേ. എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ 72.6 726. സുഖമൊക്കെയല്ലേ? കണ്ടിട്ട് കുറേ ആയാലോ. ആ ഇങ്ങ സുഖമൊക്കെയല്ലേ? കണ്ടിട്ട് കുറേ ആയാലോ. വാ വാ ഇങ്ങ വാ. എടാ എനിക്ക് ഭയങ്കര കത്തലാടാ, ഞാനിപ്പോ ഇറങ്ങും. ഓക്കെ ഓക്കെ ശരി, ഞാനും ഇറങ്ങും ഇപ്പൊ. ഓക്കെ ఓ శరిడా శరి శరి పాస్ట్లో ఉన్నెవరో వచ్చేటప్పుడు కాదు కాదు ఇంకా వేరే ఆమె ఆమెను తీసుకొచ్చారు బీచ్ దగ్గరికి. నేను మాట్లాడడానికి ట్రై చేసి నేను పిలిస్తే అసలు పలకలేదు. ఇంకా నేను అప్పటి నుంచి వదిలేసా. కాకపోతే బయట ఒక పనుండి మాట్లాడాడు నాతోటి. ഞാനും ബయట మాట్లాడదాం. നിക്ക് ഞാൻ അല്ല അനക്കും അറിയാം, ഇത് അനക്കും അറിയാം. അനക്കും തെലുങ്ക് അറിയാം. ഞാൻ അത്ര ഉണ്ടാക്കണമെന്നല്ല, അനക്കും തെലുങ്ക് അറിയാം. അനക്കും തെലുങ്ക് അറിയാം, മനസ്സിലായോ? ഞാനും തെലുങ്ക് സംസാരിക്കും. എന്തേ ഞാൻ ഇതാ അനക്കും തെലുങ്ക് അറിയാം. താരാ നിന്നെ കൂടെ ബിദ്രവേക്കു ഷമി നിന്നോട് ആരാ ഇത് പറഞ്ഞത്? പുറത്തുനിന്നാണോ വന്നത്, മറ്റേ കാഫിയാണോ പറഞ്ഞത്? എന്ത് ഞാൻ ഇത് അനക്ക് തെലുങ്ക് അറിയാം. ചുമ്മാ ഇരണി, അതൊക്കെ പറയാൻ പാടില്ല. അത് തെലുങ്കല്ലേ? അത് ഞാൻ അതിന്റെ മീനിങ് പറയാം. അല്ല അത് കന്നഡ, നോട്ട് തെലുഗു. ബട്ട് അതിന്റെ അർത്ഥം വേറെയാണ്. അത് ആരോടും പറയണ്ട. അത് ആരോട് പോയി ചോദിക്കണ്ട, എസ്പെഷ്യലി പെണ്ണുങ്ങളോട്. ഇല്ല മനസ്സിലായോ? നിദ്ര മീൻസ് സ്ലീപ്പ്. മനസ്സിലായോ? ഞാനല്ലേ ഏതോ പടത്തിലായിട്ട് എന്റെ തലയിൽ റേഡിയോ ഉണ്ടായത് വന്നതാണ്. സോറി. ഏത് വേസ്റ്റ് ഫെല്ലോ ആണ് നിന്നോട് ഇത് പറഞ്ഞത്? എന്നോട് പറഞ്ഞത് ഇത് ശ്രീജിത്ത് 25/9. ശ്രീജിത്ത് 20. പിന്നെ ആദിത്യന്, നിയാല്, ജോണി. അത് വിട്. ഷമി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഓസി പറയുന്നതാണ്. ഈ ചാറ്റ് നോക്കിട്ട് പ്ലീസ്. നിന്റെ ഈ ബ്രേക്ക് ഇല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ നീ മിണ്ടാണ്ടായി പോകുന്നത്, അതിന്റെ ഫ്ലോ പോകുന്നതാ. അതെ അതെനിക്കറിയാം. അപ്പൊ ഇത് നമുക്ക് പിഗ്ഗി ബാഗ് അടിക്കാൻ പറ്റുമോ നോക്കല്ല? പറ്റുന്നില്ലടാ. മറ്റേ ഇതാ വരുന്നേ, നമ്മുടെ ചോദിക്കാൻ നിക്ക്. വയ്യടിച്ചപ്പോൾ ഇത് വരൂലേ, നമ്മുടെ ഇൻവെന്ററി ഇതൊക്കെ വരൂലേ, സ്പെറ്റ്സ്. വയ്യാണല്ലേ കാണിക്കുന്ന ഇവിടെ. പക്ഷെ ഈ നക്കിട്ട് ആവുന്നില്ല. കാഫി ഇതിലെ പ്രോ ആണ് കേട്ടോ. ഇവന്റെ സ്ഥിരം പരിപാടിയായത്. നിന്നെയാ? എന്നെ അല്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ പിഗ്ഗി എടുക്കാറുണ്ട് നീ ഇല്ലാതപ്പോൾ. എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ അങ്ങനെ ആബ്സെൻസിലെല്ലാം പറ്റൂലട്ടാ. അങ്ങനല്ല, നീ ഉണ്ടെങ്കിൽ നീ എടുക്കൂലേ? അതെ ഞാൻ ഇല്ല. അതെ അപ്പൊ ആരും ഇല്ല, നീ ഇല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ല ഇവിടെ. അപ്പൊ എന്റെ കൂടെ ഉള്ളത് കാഫി മാത്രമായിരുന്നു. അപ്പൊ ആരെന്നെ എടുത്തത് നീ?
അതിവിടെ വിശമ്പിട് ആ, അതിവിടെ വാ നോക്ക് പോവാ. കാഫി വണ്ടി എടുക്കടാ. ഇവരൊക്കെ എവിടെയാ? ഷെയ്ക്ക് വിളിച്ചോക്കട്ടെ. എടാ വണ്ടി എടുക്ക. കാഫി ഇതൊക്കെ ഇത് പറന്നു ബാബാ ഇതിൽ പറഞ്ഞു. എടാ അതില് അതില് വേണ്ട എനിക്ക് നിന്നെ പിടിക്കാനുള്ള അടുത്ത ഇതായിരിക്കും. എടാ അതില് പോവാൻ പറ്റത്തില്ല. അതിൽ ഷെമീറിന് ഒരാളെ ക്യാരി ആക്കാം. വേണ്ട, ഇതിൽ പോവാം, നമുക്ക് ഇതിൽ പോവാം. ഷമീർക്ക് പേടിയാണേ. ആ അതെ, ഹേയ് അപ്പൊ നമുക്ക് പാട്ട് വെച്ച് പൊളിച്ചിട്ട് പോവാം. പാട്ടോ പാട്ട് കോപ്പി ഇല്ലേ പാട്ട് വെച്ചാൽ? ഇല്ല ഒരു മിനിറ്റ്, ഞാനൊന്ന് വിളിക്കട്ടെ ഇവരെ. ഇവനെപ്പോ വന്നു? കറങ്ങുന്നില്ല ഞാൻ ഇത് അവരാണ് ഓഫാക്കട്ടെന്ന്. ഇതെന്താന്ന് കൊറേ ടക്കടക്കടക്ക. ഞാൻ ഷെയ്ക്കിനൊന്ന് വിളിക്കട്ടെ. ഞാൻ വിളിക്കടാ. ആ സോറി ഉമ്മാന്നോ എന്തിന്? അല്ല, ഒരു മണി കഴിഞ്ഞ്. ശരിക്കും എവിടെ? 1 മണി കഴിഞ്ഞ്. ഞാനിതവിടെ പാലിയാറ്റോ? എവിടെ? ശരിക്കും നിന്റെ വണ്ടി ഞാൻ കട്ട് കേട്ടാ. അത് കൊണ്ടുപോവാ, മുതുക്കില് കൊണ്ടുപോവാ. വരുന്നു. ഓക്കെ, മുതുക്കിലിട്ട് വരാം. മുത്തേ വാണം വിട്ടോ. ഇന്നലെ രാത്രി 1:25 നിന്റെ തന്ത ഉണ്ടായിരുന്നു കൂടെ പിടിച്ചു തരാൻ വേണ്ടിട്ടേ. നിന്റെ തന്ത കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മൂവർക്ക് പെട്ടെന്നൊന്നും നടന്നിട്ടില്ല കേട്ടാ. കുറേ ടൈം എടുത്തു. ആ മോളെ, നീ പുതിയ പാട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ? പറഞ്ഞ പാട്ട് പുതിയ ഒന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. ചക്കപ്പയം. പഴം വിടൂലേ നീ? എങ്ങനെ? ഈ പഴത്തിനെ വിടൂലേ? പഴ അങ്ങനല്ല ഇത്. അല്ല, പഴംപൊരി തീർന്നല്ല. അപ്പൊ പിന്നെ പഴത്തില് അതാ പഴം, ചക്കപ്പഴം എന്ന് പറഞ്ഞതല്ലേ? എങ്ങനെ? ചക്കപ്പഴം എന്നല്ലേ നീ പറഞ്ഞത്? അല്ല, ആള് വരും, എന്റെ ഫ്രണ്ട് വരും. പേര് ഫ്രണ്ടിയാണോ ഫ്രണ്ടനാണോ? ഫ്രണ്ട്. കാഫിന്റെ ഫേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, നേരിട്ടോ കണ്ടിട്ടില്ല. ഞാനിവിടെ 938 ബ്രിഡ്ജിന്റെ അടുത്തുണ്ടോ? ഓ, നിന്റെ അടിപൊളി ദുഃഖാട്ടോ അതിന്റെ. ഓ, സുന്ദരനാ. തമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് 6 ഉണ്ടോടാ? ഒരു ഫാമിലി പാക്ക് ആണോ അത്? ആരോടാ? എന്നോടാന്നാ ചോദിച്ചത്? ഷർട്ട് ഊരിട്ട് നോക്കിട്ട് വന്നതല്ലടാ നീ കാഫി. സത്യം പറ. അല്ല, അങ്ക് 6 പാക്ക് ഉണ്ടല്ലോ. ഇതേതാ വണ്ടി വന്ന്? ബ്രോ നിർത്തോ? ഒരു ജാതക്കുള്ള ആളുടെ ആദ്യം പറഞ്ഞൂടെ? ഇതാരാള്? ഇതാരാള്? ഇതാരാടാ? എന്താ പേരെന്താ ബ്രോ? പേരെന്താ? പേരെന്താ ബ്രോ? എങ്ങനെയാടാ തൂക്കുന്നത്?
ഇതെടുക്കാൻ പറ്റും ബ്രോ പേരെന്താ എന്നെ എവിടെ കേക്കല്ല മായാവി മായാവി മായാവിയാ അപ്പൊ വേദ ഇങ്ങോട്ട് വാ. ഇതാ വന്നു ആ വേദ ചത്തു. ആ വേദ ചത്താ? താര കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടി ഈ 6 പാക്ക്? കാണാൻ വേണ്ടിട്ട് ഫോൺ വിളിക്കുമ്പോ ഞെക്കാൻ വേണ്ടിട്ട്. കേരളത്തിലെ ആൾക്കാർക്ക് 6 പാക്ക് ഇല്ലെന്നാണോ? 6 പാക്ക് എന്ന് പറഞ്ഞു, ഡയൽ പാഡ് എന്നല്ല പറഞ്ഞത്. അത് ഇവിടെ ഒരു അമിത് എന്ന് പറഞ്ഞൊരു നായിന്റെ മോനിട്ടുണ്ട്. ഇവന് കൊടവയറാണ്, നല്ല കൊടവയറ, നല്ല അടിയാ. ഒരു 10 നേരം ഇവൻ വീട്ടിൽ നിന്ന് തിന്നും, മനസ്സിലായി? ഇവൻ 10 നേരം വീട്ടിൽ നിന്ന് തിന്നിട്ട് ഇവൻ കൊടവയറുമായിട്ട് ഇവൻ കാണുന്ന എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇവൻ പറയുന്നത് കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാ 6 പാക്ക് എന്ന്. എടാ നിന്റെ വയറ് നീ ഇങ്ങനെ തിന്നും ഇതാക്കിട്ട് ഇങ്ങനെ ആക്കി വയറ് ബോൾ പോലെ ആക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞ അന്നെ ഇതാക്കല്ല. അവന്റെ ഒരു മാസ് ഞാൻ ഇല്ല മാസിനൊന്നും. അങ്ങോട്ട് പോണം. എങ്ങോട്ടാ? ടെറസിലോട്ട് പോണം. എന്താണത്? ഇതൊക്കെ ആരാ താര? ഹലോ ഹായ് എസ്തർ ബ്രോ. പിന്നെ അത് ചിലപ്പോ ശരിയായിരിക്കും. താഴെ കിടക്കുന്ന പെണ്ണാണ്. ഓ താഴെ കിടക്കുന്ന പെണ്ണ. അയ്യോ സോറി ഞാൻ വിചാരിച്ചു ഈ റെഡ് ഷർട്ട് ഇട്ട ബ്രോ ആയിരിക്കും. അത് ആരോ ബോംബെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം ഷമി. ഞാൻ ഒറ്റക്ക് പോണ്ട തരാ. ഇവിടെ ബാക്കിൽ തന്നുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മായാവിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടാ? ഇങ്ങനെ നമ്മുടെ കുട്ടീനെ വേറെ വിടാൻ പാടില്ല, മനസ്സിലാവും. നമ്മൾ ടോക്സിക് ഒക്കെ ആവണം ജീവിതത്തിൽ. അത് നിന്നോട് കുറച്ച് പറയാനുണ്ട്. നീ എന്തിനാടാ മാറി ഞാൻ ഇല്ലാത്ത സമയത്ത് ഓളം എടുത്ത് കിടക്കുന്നത്? അവർക്ക് പീഡിയനോട് പോയ ടൈമിൽ കാല് വേദനിക്കുന്നു, അവർക്ക് നടക്കാൻ വയ്യാതെ പറയുമ്പോഴത്തേക്ക് അപ്പാപ്പൻ ഗേൾഫ്രണ്ട് ഞങ്ങൾ എടുത്തു. അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ 2 ഇഞ്ചാണ്. അത് നീ വിട്, അപ്പാപ്പന്റെ കേസ് വിട്. അന്നേരം ഇതേ എടുക്കാൻ വേണ്ടി അതിൽ പുള്ളിയുടെ തോളത്ത് മാക്കിന്റെ ഗേൾഫ്രണ്ട് അറിയാം. അന്നേരം ഇവർക്ക് വേറെ ഇരിക്കാത്ത തോളൊന്നും ഇല്ലാത്ത പിന്നെ തോളൊന്നും കടം ശരിയാ. പക്ഷെ എന്നാലും ആ രീതിക്ക് നമ്മൾ ചിന്തിക്കില്ലല്ലോ. ഇതെന്താ ഈ ബോംബിങ്ങനെ തീവ്രവാദി ആക്രമണം നടക്കണം. ശ്രദ്ധിച്ചു ലുട്ടാപ്പി അല്ല മായാവി. ഹലോ അവളെ ഞാൻ ഗ്യാരേജിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ സൗണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഞാൻ ഒന്ന് മൂത്രം കേട്ടോ. അതാ തുടങ്ങിയല്ല ഈ ഹെഡ്ഫോൺ വരുമ്പോക്ക് മോന്റെ. ഇവനെവിടെ പോയി? കാവ്യ അവനെന്നെ ആന്റിന്ന് വിളിക്കുന്നുണ്ടോ? അമ്മ മായാവി ലുട്ടാപ്പി. അപ്പാ പോയിട്ട് വരാവേ. അല്ല ഇത് എവിടെ പോയി? എവിടെ താര? എവിടെ താര പോയി? ആ വണ്ടി ഏതാ താര? ഞാൻ ബാക്കി വേണ്ട
F6 അടിച്ചിരുന്നാ മതി. അല്ല. F6 switch. മോളെ എന്തിനാ ഇറങ്ങി? അല്ല ഞാൻ പിന്നെ കാഫിക്ക് വിഷമാണ്ടല്ലോ, ഞാൻ തന്നെ പറഞ്ഞു. ഇതാണ് കാര്യം, ആവശ്യപ്പെട്ടിട്ട് share ചെയ്തതെങ്കിൽ. എങ്ങനെ? അല്ല, ഞാനീ കാര്യം ആവശ്യപ്പെട്ട് ഷെയർ ചെയ്തെന്നെങ്കിൽ എനിക്കൊരു മാനസികമായ ഒരു വിഷമമായിരുന്നു. അതെ 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 അതെ. അല്ല ഇതിപ്പോ നമ്മള് മുതുക്കിലേക്കല്ല പോന്നാ? അതെ. എന്തിനാ, ആരെങ്കിലും ഉണ്ടോ ഓൺ ദ വേയില് കേറാൻ? ആര്? ഒന്നുമില്ല. താരം വന്നിട്ട് ഗ്യാങ് ഹൗസ് ഉണ്ടോ നിങ്ങളെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാനും കണ്ടില്ലടാ. നമുക്ക് നാളെ കാണാം താരാ, നാളെ കാണാം. ഹലോ ഹലോ. ആ ദൈവമേ ദൈവമേ. അതാരാ? എന്തൊറ്റി പറഞ്ഞോ. കൊറേ ഹെൽപ്പ് ഇട്ടായിരുന്നു വണ്ടി ഇല്ലാണ്ടിരുന്നപ്പോ. കൊറേ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. ആ വണ്ടി പോയടാ വെള്ളത്തിന്ന്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പറഞ്ഞ ഗരാജ് ഇട്ടരാം. നമ്പർ പ്ലേറ്റ് പറഞ്ഞ ഷെയ്ക്കിന്റെ വണ്ടി എന്നിട്ട് താഴെ പാലത്തിലായി കിടപ്പുണ്ട്. DVAക്കിക്കോ കറക്റ്റ് പാലത്തിലായി. പാലത്തിന്റെ Guys, ഞാൻ ഇപ്പൊ ഇറങ്ങും guys. 10 മിനിറ്റ് കൂടി ഞാൻ ഇപ്പൊ ഇറങ്ങും. ഓക്കെ ലീവ് അടിച്ചേ. താങ്ക് യു. തങ്കുതങ്കോ അതെന്തുവാടി തങ്കുതങ്കോ? പുതിയ സാധനമാണ്, ക്യൂട്ടാന്നൊക്കെ. എന്താണ് എന്താണ് ഇവനെ കാഫി? താങ്ക് യു പറഞ്ഞു. തങ്കു തങ്കു ആ തങ്കു 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 അല്ല, ഞാൻ പറയുമ്പോ ക്യൂട്ടാ ഇത് താര. തങ്കു തങ്കു ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ പറയുമ്പോ കൂടുതൽ ക്യൂട്ട്, കാഫി പറയുമ്പോ കൂടുതൽ ക്യൂട്ട്. അയ്യോ, നീ പറയുന്നതാണ് ക്യൂട്ട്. അതൊരു അതങ്ങനെ ഞാൻ പറയുമ്പോൾ കൂട്ടി കേട്ടോ. നീ തങ്ങോട്ടങ്ങോട്ട് പറയുന്നു. പക്ഷെ ഷമീർ ഞാൻ പിന്നെന്താ ഇവിടെ പൊരി വെക്കാൻ വന്നാ പെരുന്നാക്ക് നായിന്റെ മോനെ. കുട്ടിയുടെ കുട്ടു ആരാ? താരാ താരു കാഫിയുടെ കുട്ടു ആരാ? ആരുമില്ല. ഓന് കുട്ടുമില്ലാലോ താരാ. അവൻക്ക് കുട്ടുമില്ല, കുട്ടൂസ് ഉണ്ട്. ദാറ്റ് ഈസ് പ്ലൂറൽ. നീയല്ലോ കൊറേ കുട്ടൂസ് ഉണ്ട് അവൻക്ക്. ഫേക്ക് ന്യൂസാ? ഒരു മിനിറ്റ്. ഞാൻ ഇപ്പോഴും മറ്റേ 12 തികയാത്ത പാൽക്കാരൻ 12 പാൽക്കാരൻ പെയ്യണം. കുട്ടു കുട്ടു കുറ്റുമ്മ കുറ്റു. ഞാൻ റിയൽ കുട്ടൂല. കുട്ടു നീ അത് തൊപ്പി. അത് റിയൽ ലൈഫ്, ഇത് ഗെയിം അല്ലടാ. രസേരോ യാരേ രസയിരായേ രസയിരാരേ. അടുക്ക ആ പാട്ട് വെച്ചിട്ട് പോവാ നമ്മള്. ഇപ്പൊ വേണോ കാഫി? എടാ ഇവൻ പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, എനിക്കൊന്നും കേക്കുന്നില്ല. അവൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുക ആ പാട്ട്. അപ്പൊ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നില്ലേ? അല്ല നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നില്ല? ഒരു മിനിറ്റ്. അല്ല അപ്പൊ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നില്ലേ? എനിക്ക് കേക്കത്തില്ലടാ, ഞാനത് ഓഫ് ചെയ്തു. കാഫി ഇത് മൊത്തം എമർജി ആണോ? ഈ ഗേറ്റ് തൊട്ട് കടൽ വരെ എംബാസി കേൾക്കാം. ഇവിടത്തേക്ക് എടുക്ക്. ഇവിടെ മുതുക്ക് മുതുക്ക് അഡോപ്റ്റ് ചെയ്തല്ലോ മൊത്തത്തിൽ. മുതുക്കിലോട്ടാ പോന്നേ. കിഡ്നാപ്പ് ഒന്നും ചെയ്യുന്നില്ല ഷമി.
എന്താ മോളെ? അല്ല നിന്നെ കിഡ്നാപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന്. അതെന്താ? ചെയ്യണല്ലേ നിനക്ക്? അന്നെ ആര് കിഡ്നാപ്പ് ചെയ്യാ? അയ്യോ പൊട്ടാ. അല്ല വണ്ടി ഓടിക്കാൻ ഉശു. നമ്മള് പോകുന്നത് സിറ്റുവേഷൻ ഒന്നല്ല, ഇത് അവര് തമാശ കേൾക്കുന്നില്ല. മുതുക്കിലോട്ടാണ് പോകുന്നേ. ആ ജിഎച്ച് നാളെ പോകാം. ഞാൻ ഭയങ്കര ടയർഡാണ്. നമുക്ക് നാളെ ചെയ്യാം. നാളെ ഞാൻ നേരത്തെ വരാം. നാളെ നേരത്തെ നമുക്ക് ആകാം, സെറ്റ് ചെയ്യാം. എനിക്കിവിടെ കപ്പലുണ്ട്. ദേ വണ്ടി, ഷെയ്ക്കിന്റെ വണ്ടി എടുത്തോ. ഇതെന്റെ വണ്ടിയല്ലേ? ഷെയ്ക്കിന്റെ വണ്ടി എടുത്തോ. എന്റെ എന്തുകൊണ്ടല്ലോ ഇത് കാണാൻ ഏകദേശം ഇല്ലല്ലേ? എന്റെ വണ്ടിയുടെ പോയോളി എടുത്തോ. അല്ല എടുത്തിട്ട് എന്താക്കാനേ? അല്ല ഞാൻ പോയാലോന്ന് വിചാരിക്കാം. മുതുക്കൽ ഇറങ്ങിട്ട് പോവാം. ഞാനും പോവും. മുതുക്കലിറങ്ങാം. എന്നാ വാ. താരിയും പോവാ. ഞാനേ കുറച്ചു നേരം അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അവിടെ പോയിട്ട് സംസാരിച്ചു. നാളെ വരുമോ? നാളെ വരാം. രസേരോ യാരെ രസീരായേ രസീരായേ രസേരോ യാരെ. ബൈ ബൈ ബൈ. ശരി ബൈ ബൈ ബൈ. നീ ഇപ്പൊ ഫുള്ള് മാറിയില്ലേ ഹെയർ കളറൊക്കെ? ഗൈസ് ഞാൻ പോവാട്ടാ. ഞാൻ പോവാ. നാളെ കാണാം. ബൈ ബൈ ബൈ. താര ബൈ. താര പോയി. ഒരു ഹഗ് വാങ്ങാന്ന് വിചാരിച്ചു. സൈഫർ ഹലോ. ഓക്കെ ഞാൻ പോവാട്ടാ. ബൈടാ. ഓക്കെ. രസേരോ യാരെ രസീരായേ